ശരി, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, നാളെ ഇപ്പോൾ ഈ 9 അംഗ ബെഞ്ചിന്റെ കാര്യത്തിലല്ലേ തീരുമാനമാകുക? വിശാല ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ പോകുന്നു. അതിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിലല്ലേ നാളെ തീരുമാനമുണ്ടാകുന്നത്? ഒരു 5 അംഗ ബെഞ്ച് ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് വിശാല ബെഞ്ചിന് വിടുകയാണ് ചെയ്തത്. ആ ബെഞ്ച് ഇതുവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലാണ് നാളെ തീരുമാനമുണ്ടാവുക അല്ലേ? ചെറിയൊരു വ്യത്യാസമുണ്ട് സ്മൃതി. ഈ ലാർജർ ബെഞ്ചിലേക്ക് ചില വിഷയങ്ങൾ റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുന്ന വേളയിൽ ഭരണഘടനാ ബെഞ്ച് ഫോർമുലേറ്റ് ചെയ്ത് അയച്ചിരുന്നു. അതിനുശേഷം വിശാല ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ ഹിയറിംഗ് തുടങ്ങിയതിന് ശേഷം നിരന്തരമായി ഇരുന്ന് കേൾക്കുവാൻ അവർക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ 9 അംഗ ബെഞ്ചിനുണ്ടായിരുന്ന ജഡ്ജിമാർ ഒട്ടുമിക്ക പേരും വിരമിച്ചിരിക്കുകയും ജസ്റ്റിസ് സൂര്യകാന്ത് ഒഴിച്ചു ബാക്കി എല്ലാവരും വിരമിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി 9 അംഗ ബെഞ്ച് രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ ഭരണാധികാരം ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് 9 അംഗ ബെഞ്ച് രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു മുന്നോടി എന്നുള്ള നിലയിലാണ് നാളെ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ പ്രഥമ പരിഗണനാ വിഷയമായി കോസ്റ്റ് ലിസ്റ്റിൽ ഈ വിഷയം ഡയറക്ഷൻ മാറ്റേഴ്സ്, നിർദ്ദേശങ്ങൾ കൊടുക്കുവാനുള്ള കേസുകളുടെ കൂട്ടത്തിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളെ ഹിയറിംഗ് നടക്കുമ്പോൾ ഈ വിഷയം മെറിറ്റിൽ പരിഗണിക്കപ്പെടുകയില്ല. 9 അംഗ ബെഞ്ചിൽ ആരൊക്കെ ഉണ്ടായിരിക്കുമെന്നൊരു പൊതുപ്രഖ്യാപനം ഉണ്ടാകുകയില്ല. ഈ കേസ് കേൾക്കുന്നതിനെ കുറിച്ചും അതിന്റെ സമയഗണന സംബന്ധിച്ചും ഒരു തീരുമാനം, ഒരു ഉത്തരവ് വഴി വരുവാനുള്ള സാധ്യതയാണ് കൂടുതൽ പ്രകടമായിരിക്കുന്നത്. ഒരു തരത്തിലും കേസിൽ വിശദമായിട്ടുള്ള വാദം നാളെ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് സംബന്ധിച്ച് വിവിധ കക്ഷികൾക്ക് തങ്ങളുടെ നിലപാട്, കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടൊരു സാഹചര്യം നാളെ ഇല്ല. പക്ഷേ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കാലയളവിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ആത്യന്തികമായിട്ടൊരു തീരുമാനം, വിശാല ബെഞ്ചിന്റെ ഹിയറിംഗിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു വിഷയം എടുത്ത് ഡയറക്ഷൻ മാറ്റേഴ്സിന്റെ കൂടെ ലിസ്റ്റ് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമയം വളരെ പ്രധാനമാണല്ലോ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ 3 മാസത്തിനിടയ്ക്ക് തന്നെ ഇപ്പോൾ നിലവിലെ സർക്കാരിന് നിലപാട് അറിയിക്കേണ്ടതായി വരുമോ? അങ്ങേക്കിപ്പോൾ കൃത്യമായൊരു തീയതിയൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും എങ്ങനെയാണ് അതിനൊരു നടപടിക്രമം? നാളെ ഇപ്പോൾ ബെഞ്ചുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ തീരുമാനത്തിലേക്ക് ആരൊക്കെ ബെഞ്ചിൽ എന്നടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയില്ലെങ്കിൽ അത് രൂപീകരിക്കാനുള്ള തീരുമാനം വളരെ പെട്ടെന്നുണ്ടാകുമോ? അതിനുശേഷം വളരെ വേഗം തന്നെ നടപടികളിലേക്ക് കടക്കുമോ? എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സ്മൃതി, ഈ 9 അംഗ ബെഞ്ചിന്റെ മുൻപിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ, അത് 9 അംഗ ബെഞ്ച് കുറച്ചുകൂടെ അതൊന്ന് റിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ കേട്ട് തീരുമാനിച്ചതിന് ശേഷം പിന്നീട് റിവ്യൂ ബെഞ്ച് ഇരുന്നിട്ടാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ തീരുമാനിക്കപ്പെടുകയുണ്ടാവുക. അപ്പൊ ഇവിടെ 9 അംഗ ബെഞ്ചിന്റെ മുൻപിൽ ശബരിമല അസ് സച്ച് ഒരു വിഷയമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് സംബന്ധിച്ചൊരു സത്യവാങ്മൂലം സർക്കാരിന് ഇപ്പോൾ നൽകേണ്ടതായിട്ടില്ല. ഈ വിഷയത്തിന്റെ വാദം നടക്കുന്ന വേളയിൽ ഈ വിശാല ഭരണഘടനാ വിഷയങ്ങൾ ചോദ്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിന്റെ വാദം അവതരിപ്പിക്കുന്ന വേളയിൽ തങ്ങൾക്ക് നിലപാട് മാറ്റമുണ്ടെങ്കിൽ അത് വാദം വഴി വ്യക്തമാക്കാനും ആവശ്യമെങ്കിൽ അതിന് ഉപോദ്ബലകമായിട്ട് ഒരു സത്യവാങ്മൂലം നൽകുവാനും സർക്കാരിന് കഴിയും. പിന്നീട് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പോലൊരു വലിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പരിഗണിക്കേണ്ടതായിട്ടുള്ള വിഷയമല്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപക്ഷെ തങ്ങളുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുവാനും നിലപാടുകൾ മാറ്റിയെടുക്കുവാനും അടവ് നയങ്ങൾ സ്വീകരിക്കുവാനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലം ഒരുപക്ഷെ വഴി തുറന്നേക്കാം. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര നാളായി പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു 9 ജഡ്ജ് ബെഞ്ച് മാറ്റർ അത് കേട്ട് തീർക്കുക, വലിയ കാലവിളംബം ഉണ്ടാകാതെ അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നായിരിക്കാം ജസ്റ്റിസ് സൂര്യകാന്ത് പവർ അസ്യൂം ചെയ്തതിനു ശേഷം ഇതൊരു പ്രഥമ പരിഗണനാ വിഷയങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുകയും ആരും ചിന്തിക്കാത്ത ആ ഒരു വേഗതയോടുകൂടി തന്നെ അദ്ദേഹം ഈ കേസ് ഹിയറിംഗിന് എടുക്കുകയും ചെയ്യുന്നത്. പക്ഷെ അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയെ കേരളത്തിലേക്ക് മാത്രം നാം പരിമിതപ്പെടുത്തുന്നതിന് തുല്യമാണ്. പക്ഷേ കക്ഷികൾക്ക് വാദം തുടങ്ങുന്ന വേളയിൽ അവരുടെ മാറുന്ന നിലപാടുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് ശക്തവും വ്യക്തവുമായിട്ട് പ്രകടിപ്പിക്കുവാനുള്ള അവസരം കിട്ടുന്നതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.